നമ്മുടെ അച്ഛൻ്റെ മാസ്റ്റർ പീസ് സാധനമാണ് ചക്കയും പോർക്കും. ഈ പാചകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒന്നും അറിയാത്തവർക്ക് വരെ വെക്കാം. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തിന്നാൻ പറ്റും, വായിലേക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ അപ്പുറത്താണ് ഇതൊക്കെ. ചമ്മി പോയി എന്ന് പറയുന്നത്. നമ്മുടെ ചക്ക ദൈവങ്ങളെ കാത്തോളണേ. ഇന്ന് നമ്മുടെ ചക്കമെന്നല്ല പ്ലാവുമെന്ന് ആദ്യമായിട്ട് വലിയൊരു ചക്ക ഇടാൻ പോവാണ്. ചേട്ടനെ കാണുമ്പോ സ്കൂൾ കുട്ടീരെ പോലെ ചെരുപ്പും കറുപ്പ് ട്രൗസറും വെള്ള ബനിയനൊക്കെ ഇട്ടിട്ട് ശരിക്കും. ഇതെനിക്കൊരു പുതിയ ട്രൗസർ സരിത എടുത്തു തന്നതാണ് കേട്ടോ. പുതിയ ട്രൗസർ എടുത്തു തന്നതാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആക്കാന്ന് വിചാരിച്ചിരുന്ന വീഡിയോ അതല്ലേ സരിത പറഞ്ഞത്? അത് നമുക്ക് തുടങ്ങുമ്പോ പറഞ്ഞോ? അല്ല, ഇട്ടിട്ട് മൂത്ത ചക്ക അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അല്ല പറയേ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഞാൻ വലിയൊരു സത്യം നിങ്ങളോട് വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ എത്ര വീഡിയോ ഇട്ടുണ്ട്? 2100ഓളം വീഡിയോകൾ ഇട്ട ഞങ്ങൾ 2018 ഏപ്രിൽ മാസത്തിൽ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് നമ്മുടെ ചാനലിന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ അച്ഛൻ്റെ മാസ്റ്റർ പീസ് സാധനമാണ് ചക്കയും പോർക്കും. അപ്പോൾ അതാണ് ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തത്. ചേട്ടനൊക്കെ ചെയ്തു, ഞാൻ ഷൂട്ട് ചെയ്തു. ലാസ്റ്റ് ഏതാണ്ട് അവസാനാവാറായ സമയത്ത് അപ്പം നമ്മളുടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരറ്റം ഫോണുമ്മ കുത്തിയിട്ട് മറ്റേ അറ്റം ഇങ്ങനെ വയറുള്ള മൈക്കായിരുന്നു. മറ്റേ അറ്റം നമ്മളുടെ ഡ്രസ്സിൻ്റെ ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇവിടെ കുത്തും. അങ്ങനെയാണ്. അതിൻ്റെ വയറ് ചേട്ടൻ്റെ ബനിയൻ്റെ ഇടയിൽ കൂടെ ആ വയറ് ഇത്തിരി കണ്ടുന്ന്, ഈ മൈക്കിൻ്റെ വയറ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അലമ്പായി. ആ വീഡിയോ വേണ്ടാന്ന് വെച്ചു. അല്ല, അത് ഫുൾ ടൈം വയർ എങ്ങനെയുണ്ട്? ഫുൾ ടൈം ഒന്നും കാണില്ലേ, കുറച്ച് സമയമുള്ളൂ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇത് ശരിയായിട്ടില്ല എടുത്തത്, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ വേണ്ടാന്ന് വെച്ചു. അല്ലെങ്കിൽ അതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആവേണ്ടതായിരുന്നു. പിന്നെ എടുത്തതാണ് കരിമീനല്ല പിലോപ്പിയുടെ. അത് ഒരു ചക്കകാലത്താണ് ഇതെടുത്തത്. പക്ഷേ ആ വീഡിയോ പിന്നെ നമ്മൾ ഇത്രയ്ക്കധികം വീഡിയോകൾ എടുത്തിട്ട് അത് പിന്നെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, ആ വെപ്പ് ഇട്ടിട്ടില്ല, അച്ഛൻ്റെ ആ വെപ്പ് ഇട്ടിട്ടില്ല. അത് അടിപൊളി സാധനം. അത് ബാക്കി പിന്നെ പറയാം. ഞാനിവിടെ കയറി നിൽക്കണ എന്താ വെച്ചാൽ ചേട്ടാ ചക്ക ഇടാൻ പോവാന്ന് പറഞ്ഞത്, അത് തെറിച്ച് എവിടേക്കാ വരാന്നറിയില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കയറുന്നത്. എനിക്കറിയില്ല ഈ ചക്ക മൂത്തിട്ടുണ്ടോന്നറിയില്ല. അതായത് നല്ല പാകമായി മൂത്ത ചക്ക വേണം ഈ പോർക്കും ചക്കയും ഇട്ട് വയ്ക്കാനായിട്ട്. പോർക്കും കൂർക്കയല്ലേ ജോസ് പല്ലിശ്ശേരി പറഞ്ഞിട്ട് നമുക്കറിയുള്ള ഏത് സിനിമയിലാണ്ട് പറയില്ലേ, തൃശ്ശൂർക്കാരെ മെയിൻ പോർക്കും കൂർക്കയാണ്. അപ്പം അതിന് മാറ്റിയിട്ട് ചക്കയും പോർക്കും. അത് ഈ ചക്ക മൂത്തമായിരിക്കണം. ഇതിപ്പോൾ നമുക്ക് ശരിക്കും മൂക്കയുടെ കാലഘട്ടമായിട്ടില്ലേ? ഇതിപ്പോൾ ചെറിയ അവിടെ നിന്ന് അതാണോ അവിടെ രണ്ടെണ്ണം നിൽക്കുന്നത്? അത് പറ്റില്ല. ആ രണ്ടെണ്ണം നോക്ക്, ഞാൻ ചൂണ്ടി കാണിക്കണോടത്ത് നോക്ക്. നീ ചൂണ്ടി കാണിക്കുന്നത് കണ്ടു. അത് പറ്റില്ല. അത് എത്തില്ല. ഇത് കിട്ടുമെന്ന് അറിയില്ല. അത് വിടാൻ പോണു ഞാൻ. അടിയിൽ പൈപ്പുണ്ട്. ദൈവമേ, അയ്യോ സ്ലിപ്പായിടോ. ഈ ചക്കനോട് മോളി കയറി വരുമോ കോണി വെച്ചിട്ട്? അയ്യോ പൈപ്പ് ഭാഗ്യം. ഇത് നമ്മുടെ ഗെയിലിന്റെ പൈപ്പ് പോലത്തെ പോണ സാധനമാണ് കേട്ടാ. പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടികളൊക്കെ പൊളിയും. ചക്ക വീണുണ്ട്. ഇത് എങ്ങനെ മൂത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല മൂത്ത ചക്കിനെ വേണ്ടത്. അത്യാവശ്യം മതി. അതെ, മൂത്താലും മൂത്തിലെങ്കിലും നമ്മൾ ഇന്ന് ഇത് ചെയ്തിരിക്കും എന്നാണ്. അല്ല അല്ലാണ്ട് നിവൃത്തിയില്ല അല്ലേ ഇമ്രാനെ? അല്ല ഇമ്രാനെ, ശരിയല്ലേ ചാർലി? ശരിയല്ലടാ. ശരിയില്ലെങ്കിൽ ശരിയില്ലെന്ന് പറയണം. പിന്നെന്താ പ്രശ്നം? കേട്ടോ കേട്ടെ, മൈൻഡ് വോയിസ് കേൾക്കാൻ പറ്റും. അവരോട് എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കത് രസം, എനിക്കൊരു രസം, കേൾക്കുന്ന നിങ്ങൾക്കൊരു രസം. ഇമ്രാൻ ഒന്ന് മാറിക്കണം പ്ലീസ്. ഞാൻ ചക്കിന്ന് വെട്ടട്ടെ, ഞാനൊന്ന് തീർത്തോട്ടെ. മഞ്ഞ കളറാ ഇനി നല്ല കാര്യം. ഓ കുഴപ്പമില്ല, ഒപ്പിക്കാന്ന് പറയാൻ ഇനി പറ്റില്ലോട്ടെ നമുക്ക്. കാരണം ഈ കളറിനായിട്ടുള്ളത്. മൂത്ത് വരുന്നു, കുഴപ്പമില്ല. ഇത് മതി നമുക്ക്.
അപ്പൊ ആ ടേസ്റ്റ് കിട്ടില്ല ചേട്ടാ. അല്ല അതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അറിയണല്ലോ എല്ലാത്തിലും. കത്ത ചക്കയും വെക്കാൻ പറ്റുമെന്ന് അല്ലേ? ആ പക്ഷെ നമ്മുടെ ഈ ചക്ക നല്ല ടേസ്റ്റാണ് സരിത. വെളിച്ചെണ്ണ കൂപ്പിട്ടത് ഇമ്രാൻ, ഇത് നിനക്ക് പറ്റിയ സാധനമല്ല. ഞായറാഴ്ചയായിട്ട് ഈ മുതലാളിക്ക് ഇത് കടിച്ചു ഇതൊന്നും ഇത്ര ഗതി വെളിച്ചെണ്ണ പറിക്കാൻ. സോറി, കത്തിരുത്തോ വേഗം, ഞാൻ ചുള പറിച്ചു തരാം. ആദ്യം നമുക്ക് ചുള പറിക്കല കർമ്മം ഒന്നും കൊടുത്തിട്ടില്ലേ? ഇതേ കത്തികള്. അല്ല നിനക്ക് കത്തി അവിടെ അവിടെ പോയിട്ടില്ല നുറുക്കണം. ചുള പറിക്കല്ലേ ചെയ്യുന്നത് നീ? അതെ. അല്ല ചുള ക്ലിയർ ചെയ്യുന്നത്. എന്തെങ്കിലും ഞാൻ ചെയ്യാം, ചേട്ടൻ ഉണ്ടാണ്ടിരുന്നേ. പറയണത് മുഴുവൻ വെള്ളിയാ. അല്ല ആദ്യത്തെ ഞാൻ പറിച്ചു തരാം. ഇതെങ്ങനെ പറിച്ചു തരാം, ഇതെങ്ങനെ ആക്കി തരാം. അപ്പൊ അതിന്റെ ചക്കപൂരൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയില് ഇതാക്കിട്ട് ഞാൻ ഇത്ര അധികം വെളിച്ചെണ്ണ കയ്യിലാക്കിയേ. അത് വരും. നീ പറക്കണ്ട, നിനക്ക് ബുദ്ധിമുട്ടല്ല. നീ അത് മറ്റേ അയക്കോ, അവിടെ നിന്നിട്ട് അയക്കോ. മുളഞ്ഞീനുണ്ടോ? ഇതാ മൂത്തിട്ടില്ല. മൂക്കാത്ത ടൈപ്പ് ചക്ക, ഇങ്ങനത്തെ ചക്കയല്ല കേട്ടോ അതിലിട്ട് വെക്കേണ്ടത്. നല്ല മൂത്ത ഇത്തിരി മഞ്ഞ കളറ് പോലെ ഇല്ല, തീരെ കനൊന്നും ആയിട്ടില്ല. ആയി വരുന്നുള്ളോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചക്ക മൂക്കണമെങ്കിൽ ഒരു മെയ് മാസം ഒക്കെ ആവണം. അപ്പൊ ഈ മഴയും തുടങ്ങും. അപ്പോൾ പിന്നെ ആ സമയത്ത് പിന്നെ മഴക്കാലം പറയും, പിന്നെ ചക്കയുടെ ഉള്ളിൽ വെള്ളം കയറും. അപ്പം അതിൻ്റെ ഉള്ള ടേസ്റ്റൊക്കെ പോവും ഇല്ലേ ഇമ്രാനെ? ഒരാൾ പറഞ്ഞ് ചക്കരി ഇങ്ങനെ ഇങ്ങനെ ചെത്തി കളയാണ് മൂട് അങ്ങനെ ചെത്തി കഴിഞ്ഞാൽ സുഖമായിട്ട് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആക്കണത് എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നില്ല. കാരണം പണി കുറേ എടുക്കണം. കണ്ടോ നോക്കിയേ, കുറച്ചുകൂടി താഴ്ത്തി ചെത്തണം. താഴ്ത്താം. അപ്പൊ ചുള പറിക്കാൻ കഷ്ടപ്പെടേണ്ടി വരില്ല. എല്ലാം നമുക്കറിയാം. പല നാട്ടിലും പല ടൈപ്പിലെ ചക്ക ചെത്തണ ഇതുകൾ കണ്ട. ഇതല്ലേ നല്ലതുകൾ നമുക്ക് എടുക്കാലോ. നല്ലതുകളിപ്പം സ്വീകരിക്കാം. ശരിക്കും നമ്മുടെ ഇവിടുത്തെ എന്തൊരു ബുദ്ധിമുട്ടുള്ളതായിരുന്നു മറ്റേ കടിവെട്ടല്. അതിനേക്കാൾ എത്ര സുഖം അത്. പണ്ട് കാലത്ത് കടിവെട്ടാന്ന് പറയാ. ഇങ്ങനെ ഓരോന്നോരോന്ന് വെട്ടിയെടുക്കല്. അയ്യോ എന്തൊരു പണിയായിരുന്നു. ഇതാണ് പറഞ്ഞത് കണ്ട. അപ്പം എന്താ വെച്ചാൽ ഈ മോൾ വശം ഒരു കുഴപ്പമായിട്ട് പോകും. മോൾ ഭാഗം അടിഭാഗം ചെത്തിയിട്ടിരിക്കും അല്ലേ? ഇങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ ചവണി കൂടുതൽ നമ്മൾ പറ്റി പിടിച്ചിരിക്കും ഇതുമല്ലേ. ചവണി കണ്ടമാനം. ഈ ചവണി കൊണ്ട് നല്ല ഉപ്പേരി മറ്റേ ചിപ്സ് പോലെയൊക്കെ ഇട്ട് ചിലർ ചവണി മാത്രം ഇവരൊക്കെ ചെയ്യും. ജയൻ്റെ അമ്മയൊക്കെ ചെയ്യാറുണ്ട് പണ്ട്. ചവണിയായിരുന്നു. അല്ല കൂട്ടാൻ വയ്ക്കുമെന്ന് പറഞ്ഞാൽ ഈ മെഴുക്ക് പറ്റി പോലെ ഈ പച്ച കളറിൽ കാണുന്ന ഒരു സാധനം മാത്രം കളയുള്ളൂ അല്ലേ? മടലടക്കം ചെത്തി കൂട്ടാൻ വയ്ക്കും. എന്നിട്ട് മടലൊക്കെ തിന്നിട്ട് വയറ്റിൽ വേദന എടുത്ത് നടക്കും. എന്നിട്ട് കുറേ ചൂട് കഞ്ഞളം കോരി കുടിക്കും. വയറ് നിറയ്ക്കും. ചുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി. എന്നിട്ട് വയറ്റിൽ വേദന വരും. എന്നിട്ട് ആ വയറ്റിൽ വേദന കളയാൻ വേറെ പണികൾ ചെയ്യും. ഇത് ബുദ്ധിമുട്ടാണ് എനിക്ക്. എന്തോരം പണിയാ. ഏത് രണ്ട് സൈഡ് അപ്പുറം മൂടി ചെത്തിട്ടേ അതിന് ചെയ്യാൻ പോണല്ലോ. ചക്കാരി ചെയ്യാൻ പോകട്ടാ. വെറുതെ ആക്കിയാൽ മതി. വലിയ ഭയങ്കര ചെറുതാക്കിയിട്ട് നമ്മൾ ഉപ്പേരിക്ക് അരിയണ പോലെ ഒന്നും അരിയരുത്. അന്നിങ്ങനെ എങ്ങനെയാ അങ്ങനെ ചീന്തിടുക ചെയ്തെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് ഇട്ടാലും കുഴപ്പമില്ല. ചക്കൂരുണ്ടാവരുത്. നമ്മുടെ ഈ ചക്കര പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ വെറുതെ പച്ചോടെ അങ്ങനെ തിന്നാലും നമുക്ക് മടുക്കില്ല ഈ ചക്കയെ. ഇതല്ലട്ടെ, ഇതിൽ ഇത്തിരി മൂപ്പ് വേണം, മൂക്കണം. വെറുതെ തിന്നാം ഇരുന്ന്. പിന്നെ കൂട്ടാൻ വെച്ചാലും ടേസ്റ്റാ, വറക്കാനും ടേസ്റ്റ്, എല്ലാത്തിനും. പഴുത്ത് കഴിഞ്ഞാൽ അതിലേറെ ടേസ്റ്റാ. നല്ല ചക്കയാണ് നമ്മുടെ. ഇത്തിരി നേരത്തിനുണ്ടായി കൂടെ. മഴ പെയ്യുമ്പോഴത്തേക്കും നേരം വൈകിട്ട് ഉണ്ടാവുള്ളൂ. കുഴപ്പം ഒരു തുലാമാസം തുടങ്ങണതിന് മുൻപ് ഉണ്ടാവണം ശരിക്കും. സെപ്റ്റംബറേ കഴിയുന്നോട് കൂടിയിട്ട് തന്നെ ഇതും ഉണ്ടാവണമെന്ന്. ചക്ക പൊട്ടി തുടങ്ങണമെന്ന്. അപ്പോൾ ശരിക്കും മൂത്ത് കിട്ടി തന്നെ. അതിൻ്റെ സമയമുണ്ടല്ലോ. ചക്കന്ന് വെറുതെ കഴുകണുണ്ട് നമുക്ക്. ചക്ക നമ്മൾ കഴുകണത് എന്തുകൊണ്ടാന്ന് വെച്ചാലേ ആളുകൾ പലരും പറയില്ലേ ചക്ക കഴുകരുത്. നമ്മളിപ്പോൾ അത് ചാക്കിൽ ഇട്ടു,
പിന്നെ പാത്രം, പിന്നെ നമ്മുടെ പലക നമ്മുടെ കൈ. പലക നമ്മുടെ കൈ മലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ടാണ് അതെല്ലാം കഴിയുമ്പോൾ ഒന്ന് കഴുകണം കേട്ടാ. ഈ പാചകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയില്ലേ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം, അങ്ങനെ നമ്മളൊരു ഇത് പറയില്ലേ, ഒരു ഒരു ഇത് പറയില്ലേ, ഒന്നും അറിയാത്തവർക്ക് വരെ വയ്ക്കാം അടിപൊളിയായിട്ട്. കേട്ടോ, പോർക്കാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. പോർക്ക് കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിട്ടുള്ളതാണ്. 1/2 കിലോന് മീതിൻ്റെ. ഇനി ഇതിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കാൻ പോവാണ്. വളരെ എളുപ്പമാണ്. സബോള ഒരു 2 അരിഞ്ഞത് ഇരിക്കുന്നു. അതിങ്ങനെ പറഞ്ഞോ ചേട്ടാ, പറഞ്ഞിട്ട് ഒരുമിച്ചിട്ടാ മതിയില്ലേ. ആ അതന്നെ, അതെ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടുന്നു. പച്ചമുളക് ഒരു 3-4 അരിഞ്ഞിടുന്നു. വേപ്പില കണ്ട. ഇനി അടുത്തത് പൊടികളിടാൻ പോവാണ് കേട്ടോ. മുളക് പൊടി ഇത് വലിയ ടേബിൾ സ്പൂണാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടാം. മല്ലിപ്പൊടി മുളക് പൊടിയുടെ അത്രയ്ക്ക് ഉണ്ട്, എന്നാലും അതിൻ്റെ അടുത്ത് ഇടാട്ടാ. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. ഒരു 2 ടീസ്പൂൺ. 2 സ്പൂണൊന്നല്ല, അതിനേക്കാൾ അധികം ഒഴിച്ചിട്ടുണ്ട്. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ഉപ്പ് കേട്ടോ. ചക്കരിക്കൽ ഉപ്പും കൂടി ചേർക്കേണ്ടത് നമ്മൾ. ഇനി ശരിക്കും കൈ കൊണ്ടാണ് തിരുമ്പേണ്ടത്. എനിക്ക് കൈ കൊണ്ട് തിരുമ്പാൻ പാടില്ലല്ലോ. ഞാനാക്കുന്ന ചിട്ട ചേട്ടതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഇരുന്നത്. ഞാൻ ചെയ്താനെ ഇത് ആദ്യം തിരുമ്പണോ? ഇത് അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. ചക്കയും ഒക്കെ ഇട്ടിട്ടാണ് തിരുമ്പ. അങ്ങനെയാണ് ഞാൻ അച്ഛൻ പറഞ്ഞു തന്നിട്ട് വെച്ചിട്ടുള്ളത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരും, ഞാനത് വെക്കും. അതുപോലെയാണ് ഓരോ റെസിപ്പികൾ. അച്ഛൻ്റെ കുറേ റെസിപ്പികളുണ്ടായിരുന്നു. അപ്പം അത് വെക്കുമ്പോൾ ചേട്ടൻ വന്നിക്കും അടുത്ത്. പൊന്നെ ഒരു ലോഡ് പുച്ചുണ്ടാവും മുഖത്ത്. സാധനം തിന്നിട്ടത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തിന്നാൻ പറ്റുമത്, വായിൽ വയ്ക്കാൻ പറ്റും. അതെ, കുറച്ച് പോർക്ക് ഇറച്ചി മാറ്റി ചേട്ടാ. ഈ സാധനം ഞാൻ തിന്നില്ലേ, ഇത് കണ്ടറിയത് വായിൽ വയ്ക്കാൻ പറ്റില്ല. എനിക്കുള്ളത് ഞാൻ വേറെ വെച്ചോളാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വേറെ വെച്ചു. എന്നിട്ട് ഇത് ഭയങ്കര ടേസ്റ്റ്. അയ്യോ ചേട്ടാ കൊള്ളും. അതാ വരും. മറ്റേ വലിയ ഉരുളിയെടുക്കരുത്. കുറച്ച് വലിയ ഉരുളി എവിടെ ഇരിക്കണ്ട് പുറത്ത്. അല്ല, തൈഞ്ഞിരി നമുക്ക് ആക്കാം. ഇതാ വരും. ചക്കത്തിരി കൂടുതലായി. വലിയ ഉരുളി എവിടെ ഇരിക്കണ്ട്. എത്ര സുഖമായിട്ട് അതിൽ വെക്കാന്ന് പറയും. ഇതിനെ ഇടയ്ക്ക് ഇളക്കുമ്പോഴായി പുറത്തേക്ക് പോവും. ഉരുളി മാറ്റാൻ പോണു. ഇതുകൊണ്ട് വലിയ ഉരുളിയിട്ടാ ഇരിക്കുന്നു. ചക്കത്രയ്ക്ക് ചേച്ചിട്ട് കണ്ട ഇനി എത്ര സുഖമായിട്ട് ഇളക്കാന്ന് പറയാം. കണ്ട, ഇതാണ് പറഞ്ഞത്. ഇത് വാരിട്ട് ഇത് ശരിക്കും ഇത് ഉരുളിയിലല്ലാട്ട വെക്കേണ്ടത്. നമ്മുടെ അച്ഛന്റെ രീതി പ്രകാരം ഇത് കുക്കറിലാണ്. ഒറ്റ വെച്ചാൽ മതി. ഇതെല്ലാം കൂടി എടുത്ത് തിരുമ്മി കുക്കറിൽ വിസിലടിക്കുക. ഒന്നും ചെയ്യണ്ട. ടേസ്റ്റ് ഇല്ലേ, നിങ്ങൾ ചിന്തിക്കണം. അതിന്റെ അപ്പുറത്താണ് ഇതിന്റെ ടേസ്റ്റ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കുക. അപ്പം തന്നെ ഇതിന് നല്ല മണം വരുന്നുണ്ട്. പ്രിയ പോർക്കിറച്ചി ആരാധകരെ, നിങ്ങൾക്ക് വേണ്ടി അജൂസ് വേൾഡ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. വെള്ളം ഒഴിക്കുന്നു കേട്ടോ. കുക്കറിലാകുമ്പോൾ ഈസിയാണ് പരിപാടി. അതെ, അല്ല ഇതിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയൊന്നും ചെയ്യില്ല. ഇനി ഇത് മൂടിയിട്ട് വേവിക്കുക, അത്രേ ഉള്ളൂ. കുക്കർ ഇത്രയ്ക്കും കൊള്ളണ കുക്കർ നമുക്കില്ലാത്ത കാരണം നമ്മൾ ഇതിൽ വെച്ചു എന്ന് മാത്രം. അടുപ്പിലേക്ക് വയ്ക്കണം. മൂടാട്ടം നമുക്ക് ഇനി ഒന്നുമില്ല, നന്നായി തീ കത്തിക്കുക. ആദ്യം നമ്മുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ ഓരോ റെസിപ്പികൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരൂ കേട്ടാ. കസേര ഇട്ട് വന്നിരിക്കും അച്ഛൻ അടുക്കളയിൽ. രണ്ടെടുത്ത് അച്ഛൻ ഒരു സൈഡ് തളർന്നിട്ടുള്ള കാരണം കൊണ്ടേ അതിന് മുന്നേ അച്ഛൻ എല്ലാതും ചെയ്യും. അച്ഛന് ആവശ്യമുള്ള സാധനങ്ങൾ അടുപ്പിച്ച് കൊടുത്താൽ മതി. അടുപ്പിൻ്റെ അവിടെ നിന്ന് പാകാക്കലും എല്ലാം അച്ഛൻ തന്നെ ചെയ്യാം. പിന്നെ ഈ സൈഡ് തളർന്നതിന് ശേഷം അടുക്കളയിലേക്കുള്ള അച്ഛൻ്റെ പ്രവേശനം നിന്നു. ആ സമയത്തൊക്കെ അച്ഛൻ ഷാൻചേട്ടൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അവിടെ അടുക്കളയിൽ വന്ന് ഇങ്ങനെ ഇരിക്കും, കസാരട്ടിരിക്കും. വർത്തമാനങ്ങളും ഇങ്ങനെ പറയാം. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയാം. കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയാം അച്ഛൻ. അപ്പോൾ പ്രായമായവർക്കൊക്കെ അങ്ങനെയായിരിക്കും. അവർക്ക് പണ്ടത്തെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, പക്ഷെ കേൾക്കാൻ ആരും ഇരിക്കില്ല. അതാണ് അവരുടെ വിഷമം, അതായിരിക്കും. നമ്മളിങ്ങനെ അത് കേൾക്കാനിരുന്ന് അതിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കഥകൾ പറയും. അപ്പോൾ പാചകം എന്തിട്ടേലും കാലത്ത് പറയും.
നമുക്ക് ഇന്നൊരു സാധനം വെക്കാം, അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തിട്ടൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ സംശയം കേട്ടാ, ഇതിലേക്ക് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയോ ടേസ്റ്റ് ഉണ്ടാവും അച്ഛ, അത് വല്ലത് ടേസ്റ്റ് ഉണ്ടാവോ ഇങ്ങനെ ചോദിക്കും ഞാൻ. അപ്പം അച്ഛൻ പറയും, നീ ഞാൻ പറഞ്ഞ പോലെ വെക്കിടി പെണ്ണയെന്ന് പറയും. എന്നിട്ട് അതുമാതിരി അത് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ റെസിപ്പികളൊന്നും തന്നെ എഴുതി വെക്കുകയോ ഒന്നും ചെയ്തില്ലയോ. അതിങ്ങനെ വെക്കും കഴിയും. ഇതൊക്കെ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് കലക്കി വെക്കല കാരണം കൊണ്ട് മറന്നില്ല. പക്ഷെ വേറെ കുറെ കുമ്പളങ്ങയുടെ ഒക്കെ ഒരു ഓലനൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക തരം വെപ്പ്. അതന്നെ അതൊക്കെ അച്ഛൻ കണ്ടുപിടിച്ചിട്ടുള്ള ആ സാധനം വെച്ചിട്ട് ബിനോയി ഷിബിനും നമ്മുടെ മോളിൽ സ്വർണ്ണപ്പണിയിട്ടുള്ള ബിനോയി ഇത് ചെയ്തായിരുന്നു തട്ടുകടന്നറിയുന്നത്. അവരത് കഴിച്ചിട്ടേ അവരുള്ളപ്പോ വെച്ചു ആ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ഓലം വെച്ചത്. അപ്പൊ നമ്മള് വെക്കുമ്പോ നമുക്ക് എപ്പോഴെപ്പോഴും ഞാൻ ചോദിക്കും രസമുണ്ടാവും അച്ഛാ. ആദ്യം കമ്പനി പെരുന്നാള്, കമ്പനി ഓട്ട് കമ്പനിയിലായിരിക്കുമ്പോൾ കമ്പനി പെരുന്നാൾ എന്ന് പറയും. കമ്പനിയുടെ പിറന്നാൾ ദിവസം പെരുന്നാൾ, ഞങ്ങൾ കമ്പനി പെരുന്നാൾ എന്ന് പറയാം. ഓട്ട് കമ്പനിയിൽ 120-150 തൊഴിലാളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കൊല്ലം വാർഷികത്തിന് അവർ ഈ മുതലാളിമാർ വലിയ ടീമുകളൊക്കെയാണ്. അവർ ഈ പാചകക്കാരനെ വെച്ചിട്ട് എല്ലാവർക്കും ആഘോഷം. കുപ്പികളുണ്ടോ, മദ്യം ഇറച്ചി മീനുമാണ് ഫുഡ്. എല്ലാവർക്കും ഭയങ്കര ആഘോഷമായിട്ട് ഓണത്തിന് മുന്നാണ് അതാവാറ്. അപ്പോൾ അവർ പാചകക്കാരനെ നോക്കിയപ്പോൾ അച്ഛൻ വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വെച്ച് ഈ കോഴീനെ എന്ന് പറഞ്ഞാൽ വീടുകളിൽ പോയിട്ട് കോഴികളെ വാങ്ങിക്കുക ചെയ്യുക. വീടുകളിൽ പോയിട്ട് നാടൻ കോഴികളെ വാങ്ങിച്ചിട്ട് ഓരോ വീടുകളിൽ നിന്ന് ഇപ്പോൾ 2-3 കോഴികൾ കിട്ടും. അങ്ങനെ പല വീടുകളിൽ നിന്ന് കോഴികളെ വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ ആട്ടിറച്ചി അങ്ങനെയൊക്കെയാണ്. അച്ഛൻ ഗംഭീരമായിട്ട് അത് വെച്ചു. അവർക്ക് മുതലാളിമാർക്ക് ഭയങ്കര ഇഷ്ടമായി അന്നത്തെ പാചകം. അച്ഛൻ്റെ ഒരു ദിവസം പണിക്കാശ് ഞാൻ മൂലം കളഞ്ഞിട്ടുണ്ട് കേട്ടാ. ഒരു ദിവസം പണന്തിട്ട് കിട്ടുന്ന കൂലി, അതായത് ഓട്ട് കമ്പിയിൽ പോയിട്ട് പണന്തിട്ട് കിട്ടുന്ന കൂലി നമ്മൾ മൂലം കളഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, പണ്ട് നമ്മുടെ സൈക്കിളിന് ലൈസൻസ് ഉള്ള കാലം പണ്ടുള്ളവർക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വണ്ടികൾക്ക്, കാറുകൾക്ക്, ബൈക്കുകൾക്കൊക്കെ ഈ RC ബുക്ക് പോലെ സൈക്കിളിന് ഒരു RC ബുക്ക് ഉണ്ട്. അതായത് പഞ്ചായത്തുകളാണ് ഒരു തകിട് കൊടുക്കും. ഒരു തകിട്, ആ തകിടുമേ അതായത് ഇപ്പോൾ 2025 മുതൽ 2026, 2025, 2026 ഒരു നമ്പറും ഉണ്ടാവും. ഒരു കൊല്ലത്തേക്ക് കൊടുക്കുക. അതിപ്പോൾ ഒല്ലൂർ പഞ്ചായത്തിനാണെങ്കിൽ ഒല്ലൂർ പഞ്ചായത്ത്, പുത്തൂർ പഞ്ചായത്താണെങ്കിൽ പുത്തൂർ പഞ്ചായത്ത്, അങ്ങനെ ഓരോ പഞ്ചായത്തിനും ആ പഞ്ചായത്തുകാർ കൊടുക്കും. ആ തകിട് നമ്മൾ ഈ സൈക്കിളിൻ്റെ എവിടെയെങ്കിലും നട്ടും ബോൾട്ടിട്ട് മുറുക്കിയിട്ട് വേണം നമ്മൾ സൈക്കിളുമായിട്ട് പോകണമെങ്കിൽ. അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ആളുകൾ പോലീസുകാരെയും വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ ഇന്ന് പോലീസുകാർ ബൈക്കും കാറുകളൊക്കെ പിടിക്കാൻ നിൽക്കില്ലേ, അതുപോലെ അന്ന് കാലത്ത് ഇങ്ങനെ അവർ നിൽക്കും. അപ്പം നമ്മുടെ അച്ഛൻ പണിയുടെ ഓട്ട് കമ്പനി എന്ന് പറഞ്ഞ് മരത്താകര എന്ന് പറഞ്ഞ് പുത്തൂർ പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഒല്ലൂർ പഞ്ചായത്താണ്. ഒല്ലൂർ പഞ്ചായത്ത് കാശ് പഞ്ചായത്താണ്, കാശ് ടീമിൻ്റെ പഞ്ചായത്താണ്. ഒല്ലൂർ പഞ്ചായത്തിന് ഈ വക നക്കാപ്പിച്ച, അതായത് ഒരു ലൈസൻസിൻ്റെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 50 PC വാങ്ങിക്കാൻ പാടുള്ളൂ. അങ്ങനെ എന്തോ ഒരു നിയമമുണ്ട്, ഈ കേരള ഗവൺമെൻറ്റിൻ്റെ നിയമം ഉണ്ടാവും. ഒരു പഞ്ചായത്തിന് ഇത്ര പൈസ വെച്ച് വാങ്ങിക്കാൻ പറ്റും. ഈ 50 PC നക്കാപ്പിച്ച് എഴുതാനിരിക്കാനായിട്ട് ഒല്ലൂർ പഞ്ചായത്തിൽ ഇതിനുവേണ്ടി ഒരു ഉദ്യോഗസ്ഥരിക്കണം. എഴുതാനിരിക്കണ്ടേ, ഈ തകിടും ഇതൊക്കെ കൊടുക്കണ്ടേ. പുത്തൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കാർഷിക പഞ്ചായത്താണ്, പഞ്ഞ പഞ്ചായത്താണ്. അവിടെ അതിൽ നിന്ന് കിട്ടുന്ന കാശ് അതെങ്കിൽ അത് ഉള്ളി പറക്കി കിട്ടുന്നത് സൈക്കിളിൻ്റെ ലൈസൻസ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 സൈക്കിളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 സൈക്കിളുണ്ടെങ്കിൽ 3 സൈക്കിളിനും ഈ തകിട് വേണം. അത് ഏതൊക്കെ വീടുകളുണ്ട് അവരൊക്കെ എടുക്കണം. ഈ എടുക്കാണ്ടിരിക്കുന്നവർ ഇതേപോലെ തന്നെ ഈ ഇപ്പോഴത്തെ കാറും ബൈക്കിനെയൊക്കെ ഓരോരുത്തർ വെട്ടിച്ച് ഓരോ ഇടവഴികളോടൊക്കെ പോയില്ലേ പോലീസുകാർ വണ്ടി പിടിക്കാൻ നോക്കുമ്പോൾ, അതുപോലെ അന്ന് സൈക്കിളും നമ്മൾ ഓരോ ഇടവഴിയുടെ ആളുകൾ പറയും, അവിടെ പുത്തൂർ പഞ്ചായത്തിൻ്റെ ആൾ പോലീസുകാരനും ഒരു പോലീസുകാരനും ഉണ്ടാവും ഒപ്പം വണ്ടി പിടിക്കാൻ. നമുക്ക് നമ്മൾ ഒല്ലൂർ പഞ്ചായത്തിന്റെ കീഴിലല്ലേ, ഏത് പഞ്ചായത്തിന്റെ കീഴിലാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു ബൈക്ക് ഓടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ബൈക്കിന് RC ബുക്ക് വേണ്ടേ, മനസ്സിലായില്ലേ? അത് എവിടെയെങ്കിലും കണക്ക് തന്നെയാണ്, അല്ലാണ്ട് ഇപ്പോൾ ഒരു സ്ഥലം എന്നുള്ളതില്ല. അങ്ങനെ ഞാനാണ് ഈ ചോറ് കൊണ്ടുപോവുക, ചോറുണ്ട്. അപ്പോൾ അന്ന് ആ സമയത്ത് ചോറെന്ന് പറഞ്ഞാൽ അച്ഛനുള്ള ചോറൊക്കെ കൊണ്ടുപോയി ചെയ്യും. അപ്പോൾ അച്ഛൻ ആ സമയത്ത് അച്ഛൻ സൈക്കിൾ ചവിട്ടിയിട്ടാണ് പോയി കിടന്നത്. ഫസ്റ്റ് സൈക്കിൾ ചവിട്ടിയിട്ട് മരത്താരനും പോകണം, കുറേ ദൂരം പോകണം. ഓട്ട് കമ്മിലേക്ക് സൈക്കിൾ ചവിട്ടി പോയി. അതായത്
അച്ഛൻ പണിയുന്ന ഒറിജിനൽ ഓട്ടുകമ്മിയുണ്ട്, സെൻറ്റ് ബിയൂസ് എന്ന് പറഞ്ഞ ഓട്ടുകമ്മിയിൽ അച്ഛൻ സൈക്കിളും പോയിട്ട് പിന്നെ അച്ഛന് പകരം ചെറിയേട്ടന് പോവും. നമ്മുടെ ചെറിയേട്ടൻ പോയിട്ട് ചെറിയേട്ടൻ ഓട്ടുകമ്മിയിൽ എത്തി കഴിഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് പോയിട്ട് വേറെ ഓട്ടുകമ്മിയിലേക്ക് പോകും. അപ്പോൾ ചെറിയേട്ടൻ ഈ ഓട്ടുകമ്മിയിലായിരിക്കും, പിന്നെ അച്ഛൻ ആ ഓട്ടുകമ്മിയിലായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ ചോറ് ഞാൻ കൊണ്ടുപോകണം കേട്ടോ. വലിയേട്ടൻ ചെറിയേട്ടൻ ഇതൊരു എന്താ പറയുക, അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം. അപ്പോൾ അച്ഛൻ കാലത്ത് സൈക്കിളും പോയിപ്പോന്ന് പറഞ്ഞാൽ അന്ന് ആ സൈക്കിളിന് ലൈസൻസ് അന്നല്ല തലേ ദിവസം ലൈസൻസ് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ അതായത് ആ സൈക്കിളിന് ലൈസൻസ് ഇല്ല. അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിളിന് ലൈസൻസിൻ്റെ തകട് ഈ സൈക്കിളിൻ്റെ ഈ മറ്റേ ഇതിൽ തണ്ട് ഫ്രണ്ടിലത്തെ തണ്ടുമേ ഒരു നമ്പർ ഉണ്ടാവും. ഈ കാറിന് ഇതിനൊക്കെ എൻജിൻ നമ്പർ ആ എൻജിൻ നമ്പർ പോലെ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ എഴുതി കൊണ്ടുപോയി ഒല്ലൂർ പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് 50 പൈസയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം തരും. അപ്പോൾ ഈ തകിട് കൊണ്ടുപോയി അച്ഛന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈക്കിൾ കയ്യിൽ പിടിച്ചാലും മതി. ഇപ്പം സൈക്കിളിൽ തന്നെ വേണമെന്നില്ല, ഇവിടെ പോക്കറ്റിലുണ്ടായാലും മതി ഈ തകിട്. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സൈക്കിള് ഒല്ലൂർ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ ഈ തകിട് വാങ്ങിച്ച് ഞാൻ പോക്കറ്റിലിട്ട് സാധാരണ പോലെ അച്ഛന് ചോറൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഈ തകിട് അച്ഛന് കൊടുക്കാൻ മറന്നു അവിടെ. അപ്പോൾ അങ്ങനെ അച്ഛൻ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ കൂലി കിട്ടും. അപ്പോൾ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5:30 നേരത്ത് ആ സമയത്ത് മരത്താര സെൻറ്ററിൽ ഈ പുത്തൂർ പഞ്ചായത്തിലത്തെ ഒരു വയറായിട്ടുള്ള ഒരാളുടെ ഒരു തടിയൻ, അയാളും ഒരു പോലീസുകാരനും വണ്ടി പിടിക്കാൻ നിൽക്കുന്നുണ്ട്, സൈക്കിൾ പിടിക്കാൻ നിൽക്കുന്നുണ്ട് മരത്താര സെൻറ്റർ. അച്ഛനാണെങ്കിൽ ഇത് അറിയില്ല മരത്താര സെൻറ്റർ കൂടിയാണ് വരാൻ. അപ്പോൾ ചിലപ്പോൾ അച്ഛനോട് വഴിയുള്ളവരൊക്കെ ഇങ്ങനെ കാണുന്നവരെ പറയാം അവിടെ വണ്ടി പിടിക്കുന്നുണ്ട്, സൈക്കിൾ പിടിക്കുന്നുണ്ടാ, വഴിമാറിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ എന്ന് തോന്നുന്നു. അച്ഛൻ ഇവരെ മുന്നിൽ ചെന്ന് പെട്ടു. എന്നിട്ട് ഇവർ അന്ന് എത്രയും 4.50 അങ്ങോട്ട് പിഴടിപ്പിച്ചു. അന്നത്തെ അത്രയ്ക്കിന് പൈസന് അതിൻ്റെ അടുത്ത് തന്നെ കൂലി കിട്ടുക. അപ്പം 50 പൈസയാണ് ഒരു കൊല്ലത്തേക്ക് വേണ്ടോ ലൈസൻസിന്, അത്രയുണ്ട് വാങ്ങിച്ചു പുത്തൂർ പഞ്ചായത്തുകാർ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കുറേ നേരം. അല്ല അങ്ങനെ അതന്നെ, അത് നമ്മുടെ കുറ്റാണ്. നമ്മൾ കൊടുക്കാണ്ട് ഈ നമ്മുടെ സൈക്കിൾ മുഴുവൻ ഏകദേശം ഓടുന്നത് മുഴുവൻ റൂട്ട് ഓടുന്നത് പുത്തൂർ പഞ്ചായത്ത് കൂടെയാണ്. ഒല്ലൂർ പഞ്ചായത്തുകാർ പിടിക്കാൻ നിൽക്കില്ലേ, പോലീസുകാർ നിർത്തില്ലേ. ഒരു പോലീസുകാരനെ കൂടെ നിർത്തുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിള് സ്പീഡിൽ പോവാണെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കാനാണ് പോലീസുകാരനെ നിർത്തുന്നത്. മനസ്സിലായ ഏത് പോലീസുകാർക്ക് സൈക്കിള് അവരവിടെ വെറുതെ ലാത്തിയും പിടിച്ച് ഇങ്ങനെ കൈ കെട്ടി നിൽക്കും. അത് പിന്നെ പഞ്ചായത്തുകൾക്ക് വരുമാനം കൂടിയല്ലോ, വീട്ടു നികുതിയും കാര്യങ്ങളും ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ വീട്ടു നികുതികൾ പിന്നെ ഓരോ ചെറിയ ചെറിയ വ്യവസായങ്ങളും ഇതൊക്കെ കൂടിയപ്പോൾ വരുമാനം കൂടിപ്പോൾ തുടങ്ങിയപ്പോൾ പുത്തൂർ പഞ്ചായത്തും എല്ലാ പഞ്ചായത്തുകളും പിന്നെ എന്തോ ഒരു നിയമം ഉണ്ടാക്കുന്നതുകൊണ്ട് സൈക്കിൾക്ക് ലൈസൻസ് വേണ്ടെന്നാണ് നിയമം, പഞ്ചായത്ത് ആക്ട് എന്തൊരു തേങ്ങാണ്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിൽ അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു സംഭവം അങ്ങനത്തെ അല്ല, അതിൽ കുറേ സംഭവം ഉണ്ട്. അതിൻ്റെ പറ്റിച്ചിട്ടുണ്ട് നമ്മൾ ഇവർ സൈക്കിൾ കാണുമ്പോൾ സ്പീഡിൽ പിന്നിക്കൂടെ ഓടിപ്പിച്ച് പിടിക്കും. എന്നെ ഒരു വട്ടം എൻ്റെ പോക്കറ്റിൽ ഈ സാധനം ഉണ്ട്, നമ്മൾ കാണിക്കില്ലേ. ഒരു തവണ ഈ പുത്തൂർ പഞ്ചായത്തിൽ ഈ വയറിനാണ് എപ്പോഴും അവിടെ നിൽക്കുക. അപ്പോൾ ഇയാൾ അവനെ പിടിച്ചോ എന്ന് പറയും. ഓരോരുത്തർ ചൂണ്ടി കാണിച്ച് വരും, യൂണിയൻകാരെ കൊടുത്ത് അവനെ പിടിച്ചോ, അവൻ്റെ സൈക്കിൾ പിടിച്ചോ എന്ന് പറയും. തകിട് കാണാൻ അവനെ പിടിച്ചോ. ഓരോരുത്തർ ചാരന്മാരുണ്ട്, ചാരന്മാരെന്ന് പറയും പിടിച്ച് ഇതിപ്പോ ഡേറ്റ് കഴിഞ്ഞു എന്നിട്ട് തകിട് അതുമ്പോ തന്നെ ഉണ്ടെങ്കിൽ ഇവർക്ക് അറിയില്ലല്ലോ, ഇവരത് നമ്മള് നിർത്തി അതുമ്പോ നോക്കിയാലല്ലോ അറിയുള്ളൂ. നോക്കാലോ നമുക്കിപ്പോ ഈ 1981, 82 എന്നുള്ളത് അത് നോക്കി അറിഞ്ഞൂടെ. അങ്ങനെ ഓടിച്ചോണ്ട് പോവാണെങ്കിൽ അറിയില്ലല്ലോ. അല്ല അത് പരിശോധിക്കലാണല്ലോ. അപ്പൊ നമ്മളിപ്പോ ഈ കാറാണെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് അത് നോക്കി അവരെ നിർത്തി പരിശോധിച്ചാലേ അറിയില്ലോ അതിന്റെ RC ബുക്ക് കറക്റ്റ് ആണോ, ടാക്സ് അടച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അല്ല ഇത് നികുതി കാലയളവ് കഴിയാത്തവരാണെങ്കിൽ അവര് വേഗം നിർത്തും, അല്ലാത്തവരാണല്ലോ അല്ലെ വിടുക. ഇത് ബോധമില്ലാത്താണ് നമുക്ക് ബോധമില്ലാണ്ടാണ് കുറെ ആളുകൾക്ക് ഇതൊന്നും ചെയ്യണ്ട. അതായത് ഈ 1982, 83 എഴുതിയെന്ന് വിചാരിക്കുക ലൈസൻസ് തന്നെ, അത് നമുക്ക് അത് പെയിന്റ് അടിച്ച് മാറ്റിയിട്ട് 1984, 85 ആക്കിയാൽ മതി. ഒരാളറിയാൻ പോലെ. കാരണം ഈ നമ്പറും ഇതുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല അവർക്ക്, ഇവർക്കൊന്നും അറിയില്ല. ഭയങ്കര സുഖാണെന്ന് പറ്റിക്കല്. ഇറച്ചി ഇളക്കിട്ടെ തിളച്ചടങ്ങിട്ട് ചക്ക കൂടിയ
ചക്ക മൂത്ത ചക്ക ആയാലാട്ടാ ടേസ്റ്റ്. ഈ ചക്ക കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ, നമുക്ക് അറിയില്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ല അപ്പൊ ഇവർക്ക് ചേട്ടൻ തൊട്ട് ചെയ്തെന്ന് ചേട്ടന്റെ കയ്യില് എന്റെ പോക്കറ്റിൽ സാധനം ഉണ്ടായിരുന്നില്ല. ഇയാളെ തൊട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പിന്നോട് ഓടിപ്പിച്ച് അവിടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തി. അപ്പൊ എൻ്റെ ഒപ്പം ഒരു യൂണിയൻകാരൻ ഒപ്പം ഉണ്ടായിരുന്നു. അയാളും എൻ്റെ ഒപ്പം ഒപ്പം പിടിച്ചു നിർത്തി, എന്നെ പിടിച്ചു നിർത്തി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു, ഇത് എവിടെയാണ് സൈക്കിൾ ലൈസൻസ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നേരം കിട്ടിയില്ല, കണ്ടതേ പോക്കറ്റിൽ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അവര് ഇളിബരായി അങ്ങനെ പാട്ട് പാടില്ലേ, അങ്ങനെ ചെയ്തിട്ട് പണികൾ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കണം കേട്ടോ, നല്ല പോലെ തീ കത്തുന്നുണ്ട്. കുക്കറിലായിരുന്നെങ്കിൽ ഒരു 4-5 വിസിലടിച്ച് ഇറക്കേണ്ട സാധനമായിരുന്നു. കുക്കറിലാകുമ്പോൾ എന്താ വെച്ചിട്ടില്ലേ, ഈ ചക്കര ഇതുകളില്ലേ, അത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ ചാറ് കയറും. ഇത് ഇത്തിരി മുറുക്കണ്ടല്ലോ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പം നമ്മൾ വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറിലായിട്ടാ. 3/4 മണിക്കൂർ അത്യാവശ്യമൊക്കെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വെച്ച് നമുക്ക് ഉപ്പൊക്കെ നോക്കി വെക്കാം, ഇറച്ചിയൊക്കെ വെന്തുണ്ടാവും നോക്കാം. നമുക്ക് ചൂടട്ടെ. ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതി. ശരി, പറ്റി. ഇന്നലെ ആട് 3 സിനിമ കണ്ടു. ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ ഷോപ്പിലിരിക്കുന്നത് ദിവേലി വെച്ചിട്ടാണ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തത്. അവിടെ സിനിമേനെ കുറിച്ചിട്ടുള്ള ചർച്ച വന്നു. അപ്പോൾ നല്ല സിനിമയാണ്, കാണാൻ പോകണമെന്നൊക്കെയുള്ള ധന്യ ഇങ്ങനെ പറയണമൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് വെച്ചിട്ട് ഇങ്ങനെ ട്രെയിലർ കണ്ടു നോക്കിയപ്പോൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഒരു വേറെ ടൈപ്പ്, ഒരു പണ്ടത്തെ രീതിയും ഒരു ടൈം ട്രാവലൊക്കെ ചെയ്ത് പോണ പോലെയൊക്കെ അങ്ങനത്തെ സിനിമ പോലെയൊക്കെ ആയിട്ട് തോന്നി. കുറേ വർഷം ബാക്കിലേക്ക് പോണ പോലെ, പാസ്റ്റിലേക്ക് പോണ പോലത്തെയൊക്കെ ഒരു. നമുക്ക് സാധാരണ ആട് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വേറെ ഒരു ഇതില്ലേ, അതുപോലെ നല്ല ട്രെയിലർ കണ്ടപ്പോൾ. അങ്ങനെ ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ ബുക്ക് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫണ്ണിലും ഹൈലൈറ്റ് മാളിലും 2 സ്ഥലത്താണ് നോക്കിക്കൊണ്ടിരിക്കണേ. അങ്ങനെ നോക്കി ഫണ്ണിൽ ഇന്നലെ ഉച്ചയ്ക്ക് 11 മണിക്ക് ബുക്ക് ചെയ്തത് ഫണ്ണിലാണെങ്കിലും എൻ്റെ തലയിൽ കയറിയത് ഹൈലൈറ്റ് മാളിൽ ബുക്ക് ചെയ്തു എന്നാണ്. ചേട്ടനോട് ഞാൻ ഫണ്ണിലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബുക്ക് ചെയ്തേ. അങ്ങനെ സിനിമയ്ക്ക് പോകേണ്ട സമയമായപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു. എന്നിട്ടുണ്ടായി ചേട്ടൻ എന്നോട് പറഞ്ഞൊന്നുമില്ല. എന്നോട് ചേട്ടൻ പറഞ്ഞില്ലേ ഫണ്ണിലേക്ക്, അതായത് ഹൈലൈറ്റ് മാളില് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഫണ്ടിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഫണ്ടിൽ നോക്കാൻ പറഞ്ഞു. ഫണ്ട് എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത്. അപ്പോൾ സാർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ബുക്ക് ചെയ്തു. എന്നോട് പറഞ്ഞു ചെയ്തൊന്നും പറഞ്ഞില്ല. അതിന് പിറ്റേ ദിവസം കാലത്താണ് ഞാൻ പറയുന്നത് ബുക്ക് ചെയ്തു. ചേട്ടനോട് പറഞ്ഞില്ല എന്നാ? അല്ല, ബുക്ക് ചെയ്തു പറഞ്ഞു. സ്പീക്കറിൽ സംസാരിക്കുമ്പോ തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. ചേട്ടൻ്റെ അടുത്ത് പറയുന്നു. അല്ല, ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് പറഞ്ഞ് ബുക്ക് ചെയ്തു എന്ന്. അല്ല, ഇന്ന തിയേറ്ററിലാണെന്ന് പറഞ്ഞില്ലാന്ന്. എന്നിട്ട് പിറ്റേ ദിവസേ കാലത്ത് സിനിമയ്ക്ക് പോകേണ്ട ടൈമായിപ്പോൾ ഞാൻ ചോദിച്ചു ഫണ്ടിലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ ഇത് പറയണേ ഫണ്ടിലാ, ഇവിടെയാണ്. ഏത് ഹൈലൈറ്റ് മാളിലാണ്, പലാക്സി എന്ന് പറഞ്ഞ ഇതിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ച് വേഗം പോകണമെന്ന് പറഞ്ഞു. ഫണ്ടിലാണെങ്കിൽ നമുക്ക് 2 മിനിറ്റ് മുമ്പ് പോയാൽ പറയാം, നമ്മുടെ കമ്പി പിടിക്കില്ല, ഒറ്റ പോക്ക് പോയാൽ മതി. അവിടേക്കാകുമ്പോൾ ഒരു 10-20 മിനിറ്റ് മുമ്പ് പോകണം. വണ്ടിയിൽ കാറിലാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോടി കൊണ്ടുപോയി ഇടണമെങ്കിലും കുറേ സമയം പിടിക്കും, അതിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടണമെങ്കിലും കുറേ സമയമാണ്. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ 2 പേരും കൂടി പറഞ്ഞു കൊടുക്ക് എന്നിട്ട് മറ്റേ ഇവിടേക്ക് പോയി ഈ ഹൈലൈറ്റ് മാളിലേക്ക് ഈ മുകളിൽ കയറി സരിത മൊബൈലെടുത്തിട്ട് ആ പെണ്ണിന് ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഏത് മറ്റേ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ സ്കാൻ ചെയ്യാൻ കൊടുത്തപ്പോൾ ആ പെണ്ണ് അന്തം വിട്ടു, ഇവിടെ അന്തം വിട്ടു. എവിടെ ബുക്ക് ചെയ്തോന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫണ്ടിൽ ഇവിടേക്ക്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഫണ്ണിലാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാവിലെ ചേട്ടൻ എന്നോട് പറഞ്ഞ് ഫണ്ണിലല്ലേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അവിടെ പലാക്കി. അവിടെയാ? അവിടെ ഒന്നല്ല, നീ ഫണ്ണിലാണെന്നാണല്ലോ പറഞ്ഞത്. 3-4 പ്രാവശ്യം ചേട്ടൻ എന്നോട് അതും പറഞ്ഞു നിന്നു, ഫണ്ണിലെന്നെയാന്ന്. അപ്പോഴും ഞാൻ ചേട്ടൻ്റെ അടുത്ത് വാദിച്ചു നിന്നു ഹൈലൈറ്റ് മാളിൽ തന്നെയാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നോക്കിയാൽ മതി, മെയിൽ വന്നിട്ടുള്ളത്. അതെ, ഇത് വെന്തു അടിപൊളി കേട്ടാ. ഇതിൽ ഉപ്പും കൂടി ചേർക്കണം, ഒരു പൊട്ടുപ്പ് കൂടി ചേർക്കണം. മിളക് പൊടി എരിവ് പാകമാണ്. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, ഇത്തിരി മസാലപ്പൊടിയും ചേർക്കാം വേണമെങ്കിൽ. ഉപ്പിട്ടിട്ട് ഇളക്കണം. ഒരു പൊട്ട് മസാലപ്പൊടി ഇടുന്നു കേട്ടാ, എരിവിൻ്റെ ആവശ്യമില്ലേ.
നമുക്കിത് ഇറക്കാട്ടാ. സാധനം സെറ്റായി, ഒന്നും ചെയ്യാനില്ല. ഇതാണ് നമ്മുടെ പോർക്കും ചക്ക. നമ്മള് കുടിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. നല്ല വെയിലായി, അതിൻ്റെ ഉള്ളിലേക്ക് വെയിലിൻ്റെ അടി വരാം. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ നല്ല സുഖമായിരിക്കാൻ എങ്ങനെയുണ്ടിരിക്കാന്ന് പറയും. ഇരിക്കാൻ നല്ല സുഖമുണ്ട്. ചക്കയാണ്. ചക്ക മൂത്തതായിരുന്നെങ്കിൽ അല്ലേ ഇരട്ടി ടേസ്റ്റ് ആയനെ. ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മൂക്കാത്തതും ഇടാം എന്ന് മനസ്സിലായി. രസല്ലേ? ഇത് കൂട്ടി ചോറിനാനും നല്ലതാട്ടാ. ജേഗു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. പിന്നെ അത് സൂപ്പർ. ചോറ് മഴയ്ക്ക് അടിക്കണം. അത് ഞങ്ങൾ ചോറിനാൻ പോവാ. ഈ പോർക്കിൻ്റെ നെയ്യൊക്കെ ചക്കയിലേക്ക് പിടിച്ചിട്ടേ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ചെയ്ത് നോക്കിട്ടാ, മനസ്സിലാവും. സിമ്പിളാണ്, ആർക്ക് വയ്ക്കാം. എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം. കൂട്ടാൻ വയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വെക്കാം. അതന്നെ, കുക്കറിൽ വെച്ചാൽ മതി. അപ്പോൾ വേഗമാവും. ഇത്ര അധികം സമയം ഇരിക്കേണ്ടി വരില്ല. കുക്കറിൽ ഒരു 5 വിസിലടിപ്പിക്കുക, എന്നിട്ട് ഈ ഓഫ് ചെയ്യുക. എന്നിട്ട് ആ അയറാണ്ട് പോകുമ്പോൾ സാധനങ്ങൾ എടുത്തിട്ട് തുറക്കുക. 5 വിസിലൊക്കെ അടുപ്പിക്കണമെന്ന് അറിയില്ല. ഓരോ പോർക്കിൻ്റെ ഇത് വേവ് അനുസരിച്ച് ഇരിക്കും. എന്നിട്ടേ കുറച്ചേരം വല്ല ഉരുളിയില്ല പാത്രത്തിലുണ്ട് കുറച്ചേരം. അത് പറയാൻ മറന്നു. കുക്കറിലാണ് നമ്മൾ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വിസിൽ അടുപ്പിച്ച് കഴിയുമ്പോൾ എന്നിട്ട് ഉരുളിയിലേക്ക് മാറ്റണം. എന്നിട്ട് കുറച്ചേരം, എന്നിട്ട് കുറച്ച് സമയം ഉരുളിയിൽ ഇങ്ങനെ ഇളക്കണം. കുറച്ച് സമയം. ഇതിപ്പോൾ നമ്മൾ ഉരുളിയിൽ തന്നെ ആയ കാരണം കൊണ്ട് അങ്ങനെ ചെയ്ത്. അപ്പം നിർത്താട്ടെ. അപ്പം നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കട്ടെ ചക്ക. അതെ, അടിപൊളി അടിപൊളി. നിറ ഒരു പോർക്കിൻ്റെ കഷ്ണം പിന്നെ ചോറ് കൊടുക്കാം.